Hortus Malabaricus, Heritage International Exotic Aqua Pet Show and Mango Fest. പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച. ഗ്രേ പാരറ്റ്, സെനഗൽ പാരറ്റ്, ബ്രോയിഡഡ് പാരറ്റ്, സൺ കോണർ, ജാൻഡെ കോണർ, നദ്യ കോണർ, പേർലി കോണർ, ബ്ലൂ യെല്ലോ സൈഡഡ്, ഗ്രീൻ ചീക്ക്, ബ്ലൂ മോങ്ക്, റെയിൻബോ ലോറിക്കീറ്റ്, റെഡ് കളേർഡ് ലോറിക്കീറ്റ്, 5 type finch, ferret, sugar glider, hedgehog, python, iguana red, iguana green, 5 type pheasant, 5 type rare fancy hen, 5 type rare pigeons, turkey, tarantula spider. വരിക, ആസ്വദിക്കുക. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 60 രൂപ, കുട്ടികൾക്ക് 40 രൂപ. മെയ് 21 ആരംഭിക്കുന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ. ദീപം പള്ളുരുത്തിയുടെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തി അഗതി മന്ദിരത്തിലേക്ക് ശബ്ദ സംവിധാനം നൽകി. ദീപം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി അഗതി മന്ദിരത്തിന് ശബ്ദ സംവിധാനം നൽകി. കൊച്ചി നഗരസഭ സ്ഥിരം സമിതി ചെയർമാൻ വി എസ് ശ്രീജിത്ത്, ജീവകാരുണ്യ പ്രവർത്തകൻ വേണുഗോപാൽ വെമ്പിളി എന്നിവർ ചേർന്ന് അഗതി മന്ദിരം സൂപ്രണ്ട് സുനി ഫ്രാൻസിസിന് കൈമാറി. നമ്മൾ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ സമ്മാനം ഇന്ന് ഏറ്റുവാങ്ങുന്നത്. നമ്മുടെ വിഷുവിനും നോയമ്പിൻ്റെ റംസാൻ നോയമ്പിൻ്റെ നോമ്പ് തുറക്കലിനും നമുക്കിവിടെ എല്ലാ വർഷവും ദീപം പള്ളുരുത്തി ഒന്ന് നമുക്കിവിടെ സ്വീറ്റ്സും നമുക്ക് ഫുഡൊക്കെ തരാറുണ്ട്. അപ്പം മിക്കവാറും തന്നെ അവധി ദിവസമായിരിക്കും ആ ചടങ്ങ് നടക്കുക. അതുകൊണ്ട് എനിക്ക് ഇവരുമായിട്ട് 1-2 പേരെയൊക്കെ നന്നായിട്ട് പരിചയമുണ്ടെങ്കിലും ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. 3 വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് എല്ലാ അവധി ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനന്ന് എത്താറില്ല. അതുകൊണ്ട് എനിക്ക് ഇവരുടെ പ്രവർത്തകരെ എല്ലാവരെയും കൂടി കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ വിഷുവിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാനത് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. കിട്ടുമോ ഇല്ലെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. കാരണം പലരോടും ഇതിൻ്റെ റേറ്റ് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. വലിയ വിലയാകും എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. ഈ ബോക്സിനുള്ളിൽ സ്പീക്കർ മാത്രമാണ് ഞാൻ 1-2 പേരോട് ചോദിച്ചിട്ട് തരാമെന്ന് പറഞ്ഞെങ്കിലും ആരും തന്നില്ല. അപ്പം ഇവിടെ എന്നും ഇങ്ങനെ എന്തെങ്കിലുമായിട്ടൊക്കെ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ സൗണ്ട് സിസ്റ്റം വളരെ അത്യാവശ്യമായിരുന്നു. ഈ അഗതി മന്ദിരത്തിൽ എപ്പോഴും എത്തി ക്ഷേമങ്ങളഞ്ഞ് ഇവിടെയുള്ള സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന പള്ളുരുത്തിയിലെ ഏക സംഘടനയാണെന്ന് പറയാൻ കഴിയും. മറ്റു സംഘടനകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ചടങ്ങിൽ മുൻ കൗൺസിലർ കെ ആർ പ്രേംകുമാർ, കെ മുഹമ്മദ് അഷ്റഫ്, കെ സുരേഷ്, കെ പി സോമൻ, തോമസ് കുറശ്ശേരി, വി പി ശ്രീലൻ, റിജൻ ഡബുല്ലോ, കെ ഇബ്രാഹിം, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് MH കബീർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KT ജെറോം സ്വാഗതവും സൂപ്രണ്ട് സുനി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. അന്തേവാസികൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ ജീവനക്കാർക്കും കൂടി അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുറേ കൂടി നന്നായിരിക്കുമെന്ന് ദീപത്തിന് തോന്നിയുകൊണ്ട് അത് കൊടുക്കാൻ തീരുമാനിക്കുകയും അതിപ്പോൾ ഇവിടെ ആദ്യമാക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ദീപം പള്ളുരുത്തി പോലെയുള്ള ഈ സംഘടനയായിട്ട് ഒത്തൊരുമിച്ച് പോകാതെ അതുമായിട്ട് ഇവിടെ ഈ സ്ഥിരം കുറേ സുഹൃത്തുക്കൾ ഇതിൻ്റെ പിന്നാലെ കൊണ്ട് അവരുടെ പ്രേരണ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.